1, 2, 3, 4. Hello guys, welcome to my channel Colors of Life. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് ഗായ്സ്. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലാണ് ഇത്, ഗ്രാൻഡിയം ഹോട്ടൽ. ഹോട്ടലിൻ്റെ റിസപ്ഷൻ ഏരിയ ആണ് ഈ കാണുന്നത്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക്സ് അവൈലബിൾ ആണ്. ബെറി ലെമണേഡും വൈനും ആണ് ഇരിക്കുന്നത്. അത്യാവശ്യം വലിയ ഹോട്ടലാണ്, അത് കാരണം തന്നെ ഇവിടെ 2-3 സ്ഥലത്തായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കിവിടെ വാഫിൾസ്, പാൻ കേക്ക്സ്, മേപ്പിൾ സിറപ്പ്, ഹണി എല്ലാം അവൈലബിൾ ആണ്. എല്ലാം ഇരിപ്പുണ്ട് അവിടെ. നമുക്ക് ഈ ഒരു സീറ്റ് പിടിക്കാം ഫസ്റ്റ് പോയിട്ട്. ഇന്നെന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കട്ടെ. ഇവിടെ ഇപ്പോൾ കുറേ സാലഡ്സ് ഒക്കെ ഇരിപ്പുണ്ട്. ഇത് കട്ട് ഫ്രൂട്ട്സ് ആണ് ഈ ജാറിനകത്തിരിക്കുന്നത്. പിന്നെ ഇത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചീസാണ്. പിന്നെ ബേക്കൺ ഉണ്ട്, അത് പൗൾട്രി, ഹാം, പോർക്ക് എല്ലാം ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഇവിടെ ഫ്രൂട്ട്സ് ഉണ്ട്. ഈ കാണുന്നത് പിക്കിൾഡ് സാർഡീൻസ് ആണേ, മത്തി. ഈ കൗണ്ടറിലേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് ഓട്സ്, സോസേജ്, പൊട്ടാറ്റോ വെജസ്, ബേക്കൺ, മിക്സ്ഡ് വെജിറ്റബിൾ സോർട്ടഡ് ആയിട്ടുള്ളത്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എഗ്സ് ഒക്കെ കിട്ടും. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും ബ്രെഡ്, പല തരത്തിലുള്ള ബ്രെഡുകളുണ്ട്. പിന്നെ കേക്ക്, ക്രോസൻസ് എല്ലാം, സ്വീറ്റ് കോൺഫെക്ഷണറീസ് എല്ലാം ഇവിടെയുണ്ട്. ഇവിടുത്തെ ക്രോസൻസ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഭയങ്കര ഫ്ലേക്കി, ഫ്ലഫി, ഒരു അടിപൊളി ടേസ്റ്റാണ് അതിന്. പിന്നെ ഫുഡെല്ലാം ഞങ്ങൾ എടുത്തു, കോഫിയൊക്കെ എടുത്ത് ഞങ്ങൾ കഴിക്കാനിരുന്നു. ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി. മഴയാണ് ഗൈസ് ഇന്നിവിടെ, അടിപൊളി മഴ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ജോജുവിന് അവധിയായിരുന്നു. അപ്പോൾ ജോജു ഉണ്ട് ഇന്ന് ഞങ്ങളുടെ കൂടെ കുട്നാഹോറ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ജോജു ഇവിടെ സ്റ്റുഡൻറ്റ് വിസയിലാണുള്ളത്. അതുപോലെ അവൻ പാർട്ട് ടൈം ജോബും ചെയ്യുന്നുണ്ട് ഇവിടെ. അവൻ ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഹെൽപ്പായി. കാരണം അത്യാവശ്യം അവന് സ്ഥലങ്ങളൊക്കെ അറിയാം. 2 ഇയേഴ്സായിട്ട് അവൻ ഇവിടെ ഉണ്ട്. നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്തുനിന്ന് ഓൾമോസ്റ്റ് ഒരു 5 മിനിറ്റ്സിൻ്റെ ദൂരമേ ഉള്ളൂ ഈ മെയിൻ സ്റ്റേഷനിലേക്ക്. നമ്മൾ പ്രാഗ് മെയിൻ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, റെയിൽവേ സ്റ്റേഷനിലേക്ക്. അവിടുന്ന് നമുക്ക് ട്രെയിൻ എടുത്തിട്ട് വേണം കുട്നാഹോറയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ നേറ്റീവ് ആൾക്കാർ പ്രാഗിനെ പ്രാഹ എന്നാണ് പറയുന്നത്. ചെക്ക് ലാംഗ്വേജിലാണ് പ്രാഹ. അതുപോലെ ഞങ്ങൾ ആദ്യമായിട്ട് പഠിച്ചൊരു വേർഡാണ് ഹ്ലാവ്നി നാദ്രാസി. ഇവിടുത്തെ വാക്കുകളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹ്ലാവ്നി നാദ്രാസി എന്ന് പറഞ്ഞാൽ മെയിൻ ട്രെയിൻ സ്റ്റേഷൻ എന്നാണ്. ജോജു ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ഓർത്തു ഫസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒന്ന് ഗ്രാബ് ചെയ്തിട്ട് പോകാം എന്ന് വിചാരിച്ച് ഞങ്ങളിവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി. ട്രെയിൻ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഏതായാലും 10 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ആ സമയത്തിനുള്ളിൽ എന്തെങ്കിലും പെട്ടെന്ന് എടുത്തിട്ട് ഓടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ചോക്ലേറ്റ് ക്രോയ്സൻസ് വാങ്ങിച്ചു. ഇവരുടെ ബേക്കറി ഐറ്റംസ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഇവരുടെ ഒരു ക്രീം ബണ്ണുണ്ട്. ക്രീം ബണ്ണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആപ്രിക്കോട്ടിൻ്റെ ഫില്ലിംഗ് ആണുള്ളത്. അതിനൊരു ചെറിയ പുളിയും മധുരവും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റിയാണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഏതായാലും പേയ്മെൻറ്റൊക്കെ ചെയ്തിട്ട് പുറത്തിറങ്ങി. പ്ലാറ്റ്ഫോമിലെത്തി. നമുക്ക് ഇവിടെ നിന്നാണ് ട്രെയിൻ കയറേണ്ടത്. പ്രാഗിൽ നിന്ന് 1 മണിക്കൂർ ദൂരത്തിൽ യൂറോപ്പിൻ്റെ സമ്പത്തിനെ തന്നെ ഷേപ്പ് ചെയ്ത ഒരു ഹിഡൻ ടൗൺ, അവിടേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ട്രെയിൻ വന്നു. ട്രെയിൻ വന്നിട്ട് ഞങ്ങളിപ്പോൾ കയറുകയാണ്. അപ്പം നമുക്ക് റിസർവേഷനായിട്ടൊന്നും ഇല്ല. അപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സീറ്റ്സിൽ നമുക്ക് പോയിരിക്കാം. അപ്പം നോക്കണം ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ എവിടെയെങ്കിലും സ്പേസ് ഉണ്ടോ എന്ന്. ഓൺ ദ വേ ഉള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഗ്ലാസ് നല്ല ക്ലിയർ അല്ലാത്തതുകൊണ്ട് നമുക്ക് അത്രയും ക്ലിയർ ആയിട്ട് നമുക്കൊരു വ്യൂ കിട്ടുന്നില്ല. പക്ഷെ എന്നിട്ടും നല്ല രസമില്ലേ. ഇതാണ് ഞങ്ങളുടെ ജോജു. ഞങ്ങളപ്പം ഇവിടെ കുട്നാഹോറയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ മഴയാണ്. നമുക്കിവിടുന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മൾ ഫസ്റ്റ് പോകുന്നത് ഒരു ബോൺ ചർച്ച് കാണാൻ വേണ്ടിയിട്ടാണ്.
ബോൺ ചർച്ചിനടുത്ത് നിന്നൊരു ഷോപ്പ്. ഇത് ഒറിജിനൽ ആയിരിക്കുമോ? ഇതൊക്കെ ഇത് ഗിഫ്റ്റ് കൊടുക്കുന്ന അന്ന് ഫാക്ടറി ഷോപ്പ്. ഗിഫ്റ്റ്സ് ഫ്രോം കുട്ട്നാഹോറ. ആർക്കെങ്കിലും തലയോട്ടി ഗിഫ്റ്റായിട്ട് വേണമെങ്കിൽ പറയുക. ലെഗോയുടെ എല്ലാം ചെയ്തിരിക്കുന്നു. നോക്കിയാൽ അതിനകത്ത് സോറി ജോജുവിനോടാ സംസാരിക്കുന്നതെന്ന് കരുതിയാ ഞാൻ പുറകെ വന്ന് രണ്ടുപേരോടാ വർത്താനം പറഞ്ഞുകൊണ്ട് വന്നത്. നോക്കിയപ്പോൾ അതുകൊണ്ട് ജോജു അങ്ങ് ദൂരെ നിൽക്കുന്നതാണ്. ആണോ? ഇത് അതിനകത്തുണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ വേണ്ടി വന്ന് കാണുമല്ലോ. പക്ഷെ എന്ത് ഭംഗിയായിട്ട് അവർ സൂക്ഷിച്ചേക്കുന്നത്. നല്ല ഫ്രഷ് ഫ്ലവേഴ്സാണെന്ന് തോന്നില്ലയോ? ഞങ്ങളിവിടെ വന്നിട്ടാണ് ടിക്കറ്റ് എടുത്തത്. അഡ്മിഷൻ വിത്ത് വാലിഡ് ടിക്കറ്റ് ഇങ്ങനത്തെ കാണിച്ചേക്കട്ടെ. അപ്പോൾ ഇവിടെ കൂടെ ആയിരിക്കും കയറുന്നത്. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പോയി നോക്കാം. എടാ കുഞ്ഞ്, നീ പറഞ്ഞത് കറക്റ്റാടാ. എന്തോ നീ കൂടെ വേണ്ടടാ. ഈ മരങ്ങളും ഈ പ്ലേസും എന്തൊക്കെയോ ഒരു പ്രശ്നം. ഇവിടെ ടിക്കറ്റ് എടുക്കുന്ന ഓരോ ബാച്ചായിട്ടാണ് ആൾക്കാരെ കയറ്റുന്നത്. അപ്പോൾ ഞങ്ങളോട് ആദ്യം പറഞ്ഞു മുകളിലൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരൂ, അപ്പോഴത്തേക്കിന് സമയമാവും എന്ന് പറഞ്ഞ് ഞങ്ങൾ മുകളിൽ കയറി. എത്ര കാമാണെന്നറിയാം ഇവിടെ. ഭയങ്കര ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഫുൾ ശവക്കലറയാണ്. പക്ഷെ എന്ത് ഭംഗിയായിട്ട് എല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത്. അയ്യോ, ഇപ്പോൾ വീണേ. ഇവിടെ ഏകദേശം 40,000 തൊട്ട് 70,000 ആൾക്കാരുടെ ബോൺസാണ് ഉള്ളത്. ഹോളി ലാൻഡിൽ നിന്ന് മണ്ണ് ഇവിടെ കൊണ്ടുവന്ന് സ്പ്രിങ്കിൾ ചെയ്തതിന് ശേഷം ഇതൊരു ഡിസൈഡ് ബറിയൽ പ്ലേസ് ആയി മാറി. 19th സെഞ്ച്വറിയിൽ ഒരു വുഡ് കാർവർ ഈ ബോൺസ് എല്ലാം ഒരു ഡെക്കറേഷനായി അറേഞ്ച് ചെയ്ത് ഇവിടെ വരും. കാണുമ്പോൾ ഇച്ചിരി സ്കെയറായിട്ട് തോന്നുമെങ്കിൽ ഇതിനൊരു ഡീപ്പ് സിംബോളിക് മീനിങ് ഉണ്ട്. മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഈക്വലാണ് എന്നതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കൂടിയാണിത്. ഉള്ളത് കമീന കസ്ന എന്ന് പറയുന്ന സ്ഥലം. കമീന കസ്ന. ഇവിടെ ഒരു കത്തീഡ്രൽ കാണാൻ വേണ്ടി വന്നത്. ഈ ഏരിയ ഭയങ്കര വൈബാണ്, ഭയങ്കര രസമാണ്. ഇവിടുത്തെ ഒരു ക്ലൈമറ്റും സ്റ്റേ ചെയ്യുന്ന രീതിയും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു കത്തീഡ്രലാണ് ആക്ച്വലി ഇത്. നല്ല അടിപൊളി വൈബല്ലേ. എന്താ ഭംഗി ഇത് കാണാൻ. സെൻറ്റ് ബാർബറ കത്തീഡ്രൽ. ഇത് കമീന കസ്ന എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത്. നല്ല അടിപൊളി വ്യൂ ഉള്ള ഒരു ചർച്ച്. പറ്റുമെങ്കിൽ ഇവിടെ വരുവാണെങ്കിൽ ഇത് മിസ് ഔട്ട് ആക്കാതെ വന്ന് കാണാൻ ശ്രമിക്കുക. ലോകത്തിലെ ഏറ്റവും അൺയൂഷ്വൽ പ്ലേസസിൽ ഒന്നായ സെഡ്ലെ കോഷറിയിൽ നിന്നും ബ്രെത്ത് ടേക്കിംഗ് വ്യൂസ് ഉള്ള ഈ സെൻറ്റ് ബാർബറ ചർച്ച് സ്ഥിതി ചെയ്യുന്നത് കുട്ട്നാഹോറയിലാണ്. പക്ഷേ ഈ സൈലൻറ്റ് സ്ട്രീറ്റ്സിൻ്റെ പിന്നിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സ്റ്റോറിയുണ്ട്. വൺസ് ഈ പ്ലേസ് യൂറോപ്പിൻ്റെ തന്നെ ഏറ്റവും റിച്ചസ്റ്റായ സിറ്റീസിലൊന്നായിരുന്നു. സിൽവർ ഡിപ്പോസിറ്റ്സ് ഉള്ള കാരണം മൈനിങ് ആയിരുന്നു പ്രധാനം. പ്രാഗിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റി. സെൻറ്റ് ബാർബറ കത്തീഡ്രലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് അടിപൊളി വ്യൂ അല്ലേ. ഫുൾ നല്ല ഭംഗിയല്ലേ. ഇന്ന് പ്രത്യേകിച്ചൊരു മഴയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല വ്യൂ ആണ്. ഈ സ്ഥലത്തുള്ള മൈനേഴ്സും അതുപോലെ ഇവിടുത്തെ വെൽത്തിയസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരും ചേർന്നാണ് ഈ ചർച്ച് പണിതത്.
ഇനി ആരായിരുന്നു ബാർബറ? ആ കഥയിലേക്ക് കടക്കാം. 3-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 4-ാം നൂറ്റാണ്ടിൻ്റെ തുടക്ക സമയത്ത് റോമൻ എംപയറിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ആളായിരുന്നു ബാർബറ. ബാർബറ സീക്രട്ടായിട്ട് ക്രിസ്ത്യാനിറ്റിയിൽ ചേരുകയും അതറിഞ്ഞ പിതാവ് സ്വന്തം മകളുടെ തല വിച്ഛേദിക്കുവാൻ തീരുമാനമെടുക്കുന്നു. ആദ്യം ബാർബറ രക്ഷപ്പെട്ടുവെങ്കിലും പിന്നീട് പിതാവ് അവളെ റോമൻ സാമ്രാജ്യത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. ടോർച്ചർ ചെയ്തിട്ടൊന്നും കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ പിതാവ് മകളെ ഒരു മലമുകളിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് തല വെട്ടിക്കളയുന്നു. എന്ത് ക്യൂട്ടാണ്. കഥ അവിടെ തീരുന്നില്ല. ആ പിതാവ് തിരിച്ചിറങ്ങി വരുമ്പോൾ 8ൻ്റെ വണി കിട്ടി. ഒരു ഇടിമിന്നലേറ്റ് ഭസ്മമായി പോയി എന്നാണ് ഐതിഹ്യം പറയുന്നത്. അങ്ങനെയാണ് ബാർബറ സെൻറ്റ് ബാർബറ ആയി മാറുന്നത്. ഈ ചർച്ച് സെൻറ്റ് ബാർബറയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ നിന്നുള്ള വ്യൂ കാണാൻ നല്ല രസമല്ലേ? എന്ത് ഭംഗിയാണ് ഇവിടുന്ന് താഴേക്കുള്ള വ്യൂ കാണാൻ. ഓ എനിക്ക് വയ്യ. എന്താ ഭംഗി. മരങ്ങളൊക്കെ കണ്ടു, ഇലകളൊന്നും തന്നെ ഇല്ല. ടിക്കറ്റ് എടുത്ത് നമ്മൾ ചർച്ചിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ എന്താ ഭംഗി, അടിപൊളി. ഇവരുടെ ആർക്കിടെക്ചറൊന്നും ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി. സെൻറ്റ് ബാർബറയെ അപ്രതീക്ഷിത അപകടങ്ങളിൽ നിന്നും സഡൻ ഡെത്തിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരാളായിട്ടാണ് ഇവിടുത്തെ മൈനേഴ്സ് വിശ്വസിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ബാർബറയെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ തിരയുമ്പോൾ ബാർബറ ഓടി ഒരു മലമുകളിലേക്കാണ് കയറുന്നത്. അപ്പോൾ ഒരു മിറക്കിൾ എന്ന പോലെ ആ മൗണ്ടൻ തന്നെത്താനെ സ്പ്ലിറ്റായിട്ട് അവിടെ ഒരു സേഫ് പ്ലേസ് ഉണ്ടാക്കി കൊടുത്തു ബാർബറയ്ക്ക് ഒളിക്കാൻ വേണ്ടിയിട്ട് എന്നാണ് പറയപ്പെടുന്നത്. എങ്ങനെയാണോ അന്ന് ആ മൗണ്ടൻസ് അവളെ പ്രൊട്ടക്റ്റ് ചെയ്തത്, അതേപോലെ അവളെ വിശ്വസിക്കുന്ന എല്ലാവർക്കും അവളും ഒരു പ്രൊട്ടക്ഷൻ ആവും എന്നാണ് വിശ്വാസം. ഈ ചർച്ചിൻ്റെ ഇൻറ്റീരിയർ വാളിൽ മൈനേഴ്സ് വർക്ക് ചെയ്യുന്ന സീൻസ് കാണിക്കുന്ന പെയിൻറ്റിങ്സ് ഉണ്ട്. ഇത് ഒരു ചർച്ചിൽ വളരെ റെയറായിട്ടേ കാണാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഡ്രമാറ്റിക് ഗോത്തിക് ഡിസൈൻ, ഫ്ലൈയിങ് ബട്രസ് എന്നിവ കൊണ്ട് ഇത് യൂറോപ്പിലുള്ള ഏറ്റവും യുണീക്ക് ചർച്ചസിലൊന്നായി മാറുന്നു. ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഉണ്ടാക്കി വച്ചിരിക്കുന്ന തടിയിലുള്ള വർക്കൊക്കെ കണ്ടു, എന്ത് രസമാണ്. നല്ല ഭംഗിയായിട്ടല്ലേ ഇത് ചെയ്തേക്കുന്നത്. തടിയിലുള്ള പണികൾ, കൊത്തുപണികളൊക്കെ കണ്ട കുമ്പസാരക്കൂടുകളാണ് ഇത്. ഡീപ്പ് അണ്ടർഗ്രൗണ്ട് മൈനിങ്ങിന് പോകുന്ന ആൾക്കാർക്കിടയിൽ ഷീ ബിക്കെയിം ദെയർ ഗാർഡിയൻ. അതുകൊണ്ട്
ഈ ചർച്ച് ഇറ്റ്സ് നോട്ട് അബൌട്ട് റിലീജിയൻ, ഇറ്റ്സ് അബൌട്ട് ഫെയ്ത്ത്, ഡേഞ്ചർ ആൻഡ് ദ ലൈഫ്സ് ഓഫ് ദ പീപ്പിൾ ഹൂ ബിൽഡ് ദി സിറ്റി. 1388 ഈ ചർച്ചിൻ്റെ പണി ആരംഭിക്കുന്നത്. ഓൾമോസ്റ്റ് 500 വർഷമെടുത്തു ഈ ചർച്ചിൻ്റെ പണി തീർക്കാൻ വേണ്ടിയിട്ട്. ചേഞ്ച് ഓഫ് പ്ലാൻസ് in 1395. Second foundation stone ഇട്ട് 1482. Completion of the choir 1494. ഇവിടെ കുറേ സ്ട്രേഞ്ച് സ്റ്റോൺ കാർവിങ്സ് കാണാൻ പറ്റും. ഈ കാണുന്നത് ഒരു പെലിക്കൻ തൻ്റെ നെഞ്ചു പിളർന്ന് തൻ്റെ കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യുന്നതാണ് കാണുന്നത്. ഈ കാണുന്നതൊക്കെ ഒറിജിനൽ മിഡീവൽ കാർവിങ്സ് ആണ്. മഴയും മഞ്ഞും വെയിലും ഒക്കെ കൊണ്ട് ഇത് ഡാമേജ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് പ്രിസേർവ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഇത് പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു പ്രതിമ. ക്യാറ്റും ഫിഷും. താഴെ കാണുന്നതാണ് കൊയർ ഏരിയ. ഇത് കാണുമ്പോൾ ഒരു സിമ്പിൾ കൊയർ ഏരിയ പോലും തോന്നും അല്ലേ? പക്ഷേ ആ കാണുന്ന പൈപ്പ് ലൈക്ക് സ്ട്രക്ചർ അതൊരു മാസീവ് ഓർഗനാണ്. ഈ കാണുന്ന ബിഗർ പൈപ്പ്സ് അത് ഡീപ്പ് പവർഫുൾ ബാസ് സൗണ്ട് ഉണ്ടാക്കും. ഷോർട്ടർ പൈപ്പ്സ് ഹൈ നോട്ട്സ് ആണ്. രാത്രിയിലെ ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നീച്ച് 4 ഫീമെയിൽ സെയിൻസിൻ്റെ പെയിൻറ്റിംഗ് ആണ് ഇത്. ഇറ്റ് ഷോസ് ഫെയ്ത്ത് ആൻഡ് കറേജ് എസ്പെഷ്യലി ഫോർ ദ പീപ്പിൾ ഹൂ വർക്ക് ഇൻ ഡേഞ്ചറസ് പ്ലേസസ്. ഈ ഏരിയ കണ്ടോ, ഇത് ചർച്ചിൻ്റെ പുറത്താണേ. ഇവിടെ ഒരു കുഞ്ഞു ഷോപ്പുണ്ട്. ഇവിടെ നമ്മൾ വൈൻ വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ വന്നിരുന്നിട്ട് ഓൾമോസ്റ്റ് അറ്റത്ത് വന്നിരുന്ന് നമ്മൾ വൈനൊക്കെ കുടിച്ച് ഈ സ്ഥലമൊക്കെ കണ്ടിരിക്കാം. രസമില്ലേ? എന്താ ബ്യൂട്ടി അല്ലേ? നല്ല രസമുണ്ട് സ്ഥലം കാണാൻ. ഇത് മിസ് ഔട്ട് ആവാൻ പാടില്ലാത്തൊരു സ്ഥലമാണ്. ഇവിടെ കാണാൻ വരുന്നുണ്ടെങ്കിൽ പ്രാഗിൽ വരുവാണെങ്കിൽ മസ്റ്റായിട്ടും ഈ കത്തീഡ്രൽ വന്ന് കാണാൻ മറക്കരുത്. രക്ഷയില്ല ഈ സ്ഥലം കണ്ടിട്ട്. എനിക്ക് കൊതിയാവുക. ഭയങ്കര ഭംഗി, ഭയങ്കര ഭംഗി. ഊഫ്, അടിപൊളിയല്ലേ? ഈ ചർച്ച് ഇവിടുത്തെ ആൾക്കാരുടെ വിശ്വാസത്തിൻ്റെയും പ്രൗഢിയുടെയും അതേപോലെ ഇവരുടെ ഐഡൻറ്റിറ്റിയുടെയും ഒരു ഭാഗമായി തീർന്നു. അതേപോലെ ആ ബോൺ ചർച്ച് ഇറ്റ് റിമൈൻഡ്സ് അസ് ദാറ്റ് നോ മാറ്റർ ഹൂ വി ആർ, എൻഡിൽ നമ്മളെല്ലാവരും ഈക്വലാണ് എന്നുള്ളത്. ബേബി പോഷി തരുവാണോ? ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ ഇങ്ങനെ ഒരു ഫലാഫലിൻ്റെ ഒരു ഷോപ്പ് കണ്ടേ. നല്ല രസമാണ്, ഭയങ്കര ഇൻസ്റ്റാഗ്രാമബിൾ ആയിട്ടുള്ള ഒരു ഏരിയ. ഞങ്ങൾ അവിടെ കയറി ഷവർമയൊക്കെ കഴിച്ചു. എന്നിട്ട് തിരിച്ചു പോവുകയാണ് ഇനിയുമേ. ഒരുപാട് ഓർമ്മകളും ഒരുപാട് ഹിസ്റ്ററിയൊക്കെ, എന്തോ ഒരു വല്ലാത്ത ഫീലിംഗ് ആയിരുന്നു ആ ഏരിയയിൽ നിന്നപ്പം ഉണ്ടായിരുന്നത്. അതെല്ലാം ഇങ്ങനെ കാണാനും അനുഭവിക്കാനും ഒക്കെ കിട്ടിയൊരു ഭാഗ്യം. അത് തന്നെ ഓർത്തുകൊണ്ട് ഞാൻ ഈ യാത്രയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്.
Na hora, hlavní nádraží. Přestupnarínky S a další vlakové spoje. Konečná ഈ അണ്ടർഗ്രൗണ്ട് പാസേജ് നോക്കിക്ക് ഫുൾ സ്പ്രേ പെയിൻറ് വെച്ചു, ഓരോന്നൊക്കെ വരച്ച് വെച്ചേക്കുന്നുണ്ടോ. എന്ത് രസമായിട്ട് ചെയ്തിരിക്കുന്നത്, നല്ല ഭംഗിയല്ലേ. ഫുൾ രണ്ട് വശത്തായിട്ടും നല്ല അടിപൊളി സ്പ്രേ പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയല്ലേ. സൂപ്പർ സൂപ്പർ സൂപ്പർ. പ്രാഹ. അതെ, ഇവിടെ വിൻ്റർ തുടങ്ങുമ്പോൾ പോകാനായിട്ട്. എടാ എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ടടാ. അല്ല എന്തോ എനിക്ക് ഇങ്ങനത്തെ പ്ലേസ് ഭയങ്കര ഇഷ്ടമാണ്. ഈ സിമെന്റ് കിടക്കുന്ന വെള്ളം, ഗുഡ്സ് ട്രെയിൻ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടോ, ഗുഡ്സ് ട്രെയിൻ. അവൻ എന്നെ കളിയാക്കുവാണ്. ഗായ്സ് നിങ്ങൾ പറ, ഈ ഫോട്ടോയ്ക്കകത്ത് ആ പ്ലാറ്റ്ഫോമും ആ ലൈറ്റ്സും ആ പുതിയ ട്രെയിനും ആ വെള്ളവും എല്ലാം ഒരു എസ്തെറ്റിക് വൈബ് തരുന്നില്ലേ? ഇന്ന് ഈ സ്ഥലങ്ങളൊക്കെ കണ്ടതിന് ശേഷം മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഡീപ്പ് ഫീലിംഗ് തോന്നുന്നുണ്ട്. അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ദീസ് പ്ലേസസ് ആർ റിയലി ബ്യൂട്ടിഫുൾ. ഇവിടെ ഒരു ഹിസ്റ്ററി ഉണ്ട്, അതിനൊരു സോളുണ്ട്. യു ക്യാൻ ആക്ച്വലി ഫീൽ ഇറ്റ്. ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ദ വേൾഡ് ഈസ് സോ മച്ച് ബിഗ്ഗർ ദാൻ അവർ ഡെയിലി ലൈഫ്. ഓരോ സ്ഥലവും ഓരോ കഥ പറയും. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് വാട്ട് യു സീ, ഇറ്റ്സ് വാട്ട് യു ഫീൽ. ദാറ്റ്സ് വാട്ട് മേക്സ് ട്രാവൽ സ്പെഷ്യൽ. ഇന്ന് നമ്മൾ പോയി കണ്ട ആ സൈലൻറ്റ് സ്ട്രീറ്റ്സിൽ നിന്നും ഒരു സിമ്പിൾ ലെസൺ നമുക്ക് പഠിക്കാൻ കിട്ടും. എവറിത്തിങ് വി ബിൽഡ്, എവറിത്തിങ് വി ഓൺ ഫൈനലി ബിക്കംസ് പാർട്ട് ഓഫ് ഹിസ്റ്ററി. കുട്നാഹർ ജസ്റ്റ് ഒരു സ്ഥലം മാത്രമല്ല, ഇറ്റ്സ് എ സ്റ്റോറി, ഇറ്റ്സ് എ ഹോൾ എക്സ്പീരിയൻസ്. എനിവേ, അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ ഫ്രം ദിസ് മാജിക്കൽ ടൗൺ. ഹോട്ടലിൽ ഞങ്ങൾ തിരിച്ചെത്തി, ഇന്ത്യൻ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു, എന്നിട്ട് ഞങ്ങൾ റെസ്റ്റ് എടുത്തു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ഇന്ന്. താങ്ക് യു ഫോർ വാച്ചിങ്.